മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. ഈ 7 ദിവസം നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയ പുണ്യങ്ങളെ പറ്റിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ കൃപകളുടെയും ദാനങ്ങളുടെയും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിത വിശുദ്ധിയും അവളിൽ വിളങ്ങിയ പുണ്യങ്ങളും. പരിശുദ്ധ അമ്മയുടെ മക്കളായി വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ഈ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനും വളർത്തുവാനും വിളിക്കപ്പെട്ടവരാണ്. വചനം പരിശുദ്ധ അമ്മയെ പറ്റി പറയുക ഇപ്രകാരമാണ്: അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാലും ദാനങ്ങളാലും വരങ്ങളാലും നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ ദൈവം എടുത്തുയർത്തി ദൈവമാതാവായി, രക്ഷകനായ ക്രിസ്തുവിൻ്റെ മാതാവായി ഉയർത്തിയതുപോലെ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നതും ഈ വിശുദ്ധിയിലേക്കാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയ ഈ പുണ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിളങ്ങുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും നമുക്കെപ്പോഴും കോട്ടയും തുണയുമായിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ മാധ്യസ്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ശക്തിയും പ്രചോദനവുമാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.